ഞാനെന്താ തോറ്റിട്ടങ്ങ് ഓടിപ്പോകുന്നതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ എല്ലാ മഹാന്മാർ ഇന്ദിരാഗാന്ധി വരെ തോറ്റിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് രാഷ്ട്രീയപരമായിട്ടല്ല, വർഗീയ ശക്തികളുമായി UDF ഉണ്ടാക്കിയ അവിശുദ്ധമായ ഡീലിന്റെ ഭാഗമാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗണേശ മന്ത്രിയെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്കാരനൊന്ന് തോറ്റു. ആ തോറ്റതിന്റെ പേരിൽ പുള്ളിക്കാരൻ എന്തൊക്കെയാ കേൾക്കുന്നത്. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ പറയണ ഞാനൊന്ന് തോറ്റു എന്ന് കരുതിയിട്ട് എന്നേക്കുമായി തോറ്റൊന്നും അല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിൽക്കും, വീണ്ടും മത്സരിച്ച് വലിയ പുള്ളിയാകുമെന്നൊക്കെയാ പറയുന്നിട്ടും അത് സമ്മതിക്കാതെ വീണ്ടും വീണ്ടും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഗണേശ്. അപ്പൊ എന്തായാലും പുള്ളിക്കാരന് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്, പക്ഷേ ധാർമ്മികമായി തോറ്റിട്ടില്ല. ഞാനെന്താ തോറ്റിട്ടങ്ങ് ഓടിപ്പോകുന്നതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ എല്ലാ മഹാന്മാർ ഇന്ദിരാഗാന്ധി വരെ തോറ്റിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് രാഷ്ട്രീയപരമായിട്ടല്ല, വർഗീയ ശക്തികളുമായി UDF ഉണ്ടാക്കിയ അവിശുദ്ധമായ ഡീലിന്റെ ഭാഗമാണ്. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിൽ ഡീൽ ചെയ്തു, LDF-ഉം BJP-യും തമ്മിൽ ഡീൽ ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥ ഡീൽ നടന്നത് കോൺഗ്രസും UDF-ഉം BJP-യും തമ്മിലായിരുന്നു. തോറ്റാലും അത് അംഗീകരിക്കാത്തൊരു മനുഷ്യൻ വേറൊരു പാർട്ടിക്കാരും ചേർന്നിട്ടല്ല, പകരം ജനങ്ങളാണ്. കാരണം ജനങ്ങൾ കുറെ നാളുകളായിട്ടല്ലേ, കുറെ വർഷങ്ങളായിട്ട് ഇയാൾ സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു മാറ്റം എന്തായാലും വേണമല്ലോ. അങ്ങനെ ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചപ്പോൾ ഇയാൾ അങ്ങോട്ട് തോറ്റു. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എന്നെ തോൽപ്പിച്ചതെന്നാണ് പുള്ളിക്കാരന്റെ വാദം. പത്തനാപുരം നിയമമണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റത് 14,000 വോട്ടിന്. അന്ന് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പ്രാവശ്യം BJP-യുടെ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം 8,000 വോട്ടിന് ജയിച്ചു. അത്ഭുതപ്പെടാനില്ല, ഇത് കണക്കാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കണക്കാണ്. കാരണം ഡീല് നടന്നത് BJP-യും UDF-ഉം തമ്മിലാണ്. കഴക്കൂട്ടത്ത് നടന്ന ഡീല്, നേമത്ത് നടന്ന ഡീല്, അവിടെയെല്ലാം LDF 2ാം സ്ഥാനത്തുണ്ട്. ചാത്തന്നൂർ നടന്ന ഡീല്. അപ്പം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ തന്നെ പരാജയം കോൺഗ്രസ് സമ്മതിച്ചിട്ടാണ് ഡീൽ നടത്തിയത്. പത്തനാപുരത്തെ ഡീല് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ടാണ് BJP പത്തനാപുരം നിയമമണ്ഡലത്തിൽ പിടിച്ചിരിക്കുന്നത്. അതെവിടെ പോയി? അത് 7,031 എങ്ങനെ വന്നു? ഡീലാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഡീലാണ്. ഞാൻ തോറ്റത് മതേതര വിശ്വാസികളോടെ നിന്നതുകൊണ്ടാണ്, ഞാൻ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ്. ഞാൻ ഹിന്ദു വിരോധിയാണെന്ന് പ്രചരിപ്പിച്ച് BJP-യുടെ വോട്ട് മറിച്ചു കൊടുത്തിട്ടാണ് എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ട് അതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നില്ല, അത് വിജയമായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ പാർട്ടിയും ഞാനും എൻ്റെ മുന്നണിയും സ്വീകരിച്ചിട്ടുള്ള മതേതര നിലപാട്, മതന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന മതേതര നിലപാട്, ആ നിലപാടിന്റെ പേരിൽ തോറ്റെങ്കിൽ അതൊരു വിജയമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പൊന്നു ഗണേശൻ സാറേ, തോറ്റത് അംഗീകരിക്കേ. നിങ്ങളെ തോൽപ്പിച്ചത് ഒരു പാർട്ടിക്കാരും ഡീല് നടത്തിയത് കൊണ്ടൊന്നല്ല, പകരം ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു. അവർ കുറെ വർഷങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ അവരെന്ത് വിചാരിച്ചു? കാരണത്തിനെ ഒന്ന് തലേന്നിറക്കാൻ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം അവരതങ്ങ് വിനിയോഗിച്ചു. അവസാനം ഗണേശൻ അങ്ങ് തോറ്റു. ഇനി ഒരിക്കലും ആ ഒരു മണ്ഡലത്തിൽ ഇയാൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം ജനങ്ങള് കുറെ വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരുന്നതല്ലേ, അവരാണല്ലോ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് മാറ്റി ചിന്തിച്ചു. ഗണേശൻ സാർ അങ്ങ് തോറ്റു. പക്ഷെ തോറ്റാലും അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പറയുന്ന ന്യായീകരണങ്ങൾ കേട്ടില്ലേ? BJP-യും കോൺഗ്രസും കൂടെ ഡീല് നടത്തിയിട്ട് ഈ പുള്ളിക്കാരനെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ്, അല്ലാതെ ജനങ്ങൾ തോൽപ്പിച്ചതല്ല. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? എന്താ തോൽവി? ഒരു വോട്ടിനായാലും തോൽവി തന്നെ, പക്ഷേ അതൊരു വിജയമാണ്, ധാർമ്മികമായ വിജയമാണ്. കാരണം അതിനകത്ത് മതേതര നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് BJP എനിക്കെതിരെ, വർഗീയ ശക്തികൾ എനിക്കെതിരെ വോട്ട് മറിച്ചു കൊടുക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്തു. കാരണം ഒരു ഉദാഹരണം പറയാം. പട്ടാഴി ബ്ലോക്ക് പഞ്ചായത്തിലെ 8 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു വാർഡിൽ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ പഞ്ചായത്തിൽ നേടിയത് 2,500 വോട്ടാണ്. ഒരു സ്ഥലത്ത് ആ പഞ്ചായത്തിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട്, ആ ബ്ലോക്ക് പഞ്ചായത്തിലാണ് 2,500 വോട്ട് പിടിച്ചത്. 14 വാർഡുകളുള്ള ആ പഞ്ചായത്തിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ BJP പിടിച്ചത് 300 വോട്ടാണ്. മൊത്തം പഞ്ചായത്തിൽ 300 വോട്ടേ ഉള്ളൂ. ആ BJP-യിൽ അടിയടക്കാണ്. BJP വോട്ട് കച്ചവടം നടത്തി. രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യം അന്വേഷിക്കണം. കാരണം കാശ് കൊടുത്താൽ കൊടുക്കുന്നതാണ് BJP-യുടെ വോട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പണം കൊടുത്തിട്ട് 5 നേതാക്കൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയായിരുന്നു വോട്ട്. ഇത് വളരെ വ്യക്തമാണ് ഈ കണക്ക്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് എടുത്ത കണക്കാണ് ഞാൻ പറയുന്നത്. വെറും 7,031 വോട്ടിലേക്ക് BJP താഴ്ന്നു പോകണമെങ്കിൽ ഇത് ഡീലാണ്. പിന്നെ ഡീലെന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗണേശ മന്ത്രി അവിടെ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പട്ടക്കം പൊട്ടിച്ച് ആഘോഷിച്ചും പായസം വെച്ച് ആഘോഷിച്ചൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
അത്രത്തോളം സന്തോഷമായിരുന്നു ഈ ഗണേശൻ അവിടെ തോറ്റു എന്ന് പറഞ്ഞപ്പോ. ജനങ്ങളെ ആഘോഷിക്കുമായിരുന്നു. ജനങ്ങളായിട്ട് ഇങ്ങനെ തോപ്പിച്ച, അല്ലാണ്ട് ഒരു പാർട്ടികളും ഡീല് നടത്തിയത് ഒരു കോപ്പും നടത്തിയതല്ല. തോൽവി അത് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മുടെ ഗണേശൻ സാറിന്. ഡീൽ UDF-ഉം BJP-യും തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്. അല്ലാതെ ഞാൻ ജനങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? പട്ടാഴി വടക്കേര 4 വാർഡിൽ, പട്ടാഴി വടക്കേര പഞ്ചായത്തിൽ 4 വാർഡിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ വാർഡ് മെമ്പർമാരുണ്ട് 4 പേര്. അവിടെ 300 താഴെ വോട്ടാണ് BJP-ക്കുള്ളത് ഈ ഇലക്ഷൻ. അതെ, 300 വോട്ടിന് ജയിച്ച വാർഡിൽ BJP സ്ഥാനാർത്ഥി 300 വോട്ടിന് ജയിച്ച വാർഡിൽ, അതെ, BJP മണ്ഡലം പ്രസിഡന്റിന്റെ ബൂത്തിൽ 21 വോട്ടേ ഉള്ളൂ. 20,000 വോട്ട് BJP പിടിച്ചെടുത്ത് BJP 7,000 വോട്ടേ ഉള്ളൂ എന്ന് പറയുമ്പം അതെങ്ങോട്ട് പോയി, ആര് വാങ്ങിച്ചു, ആർക്ക് കൊടുത്തു, ആരെ ജയിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തോറ്റു എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്, പക്ഷേ ധാർമ്മികമായി തോറ്റിട്ടില്ല. കാരണം മതേതര നിലപാടെടുത്തതുകൊണ്ട് ഗണേഷ് കുമാർ ഒരു ഹിന്ദു വിരോധിയാണെന്ന് പ്രചരിപ്പിച്ച് ഗണേഷ് കുമാറിനെ എതിരെ വോട്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ പത്തനാപുരത്ത് കോൺഗ്രസ് BJP MLA ഉള്ളത്. UDF BJP MLA ആണ്. പഴയ പറയുന്ന ഇതുണ്ടല്ലോ, മറ്റേ കോലീബി സഖ്യം എന്ന് പറയില്ലേ, ആ സഖ്യത്തിൻ്റെ MLA ആണ് ഇപ്പോൾ പത്തനാപുരത്തുള്ളത്. BJP-ക്ക് സന്തോഷിക്കാം, BJP-ക്ക് 3 MLA അല്ല 4 MLA ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഞാനിപ്പോൾ നിരത്തിയത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞങ്ങ് ന്യായീകരിച്ചാൽ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവിടെയുള്ള ജനങ്ങൾ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ട്. നമ്മളെ ആരും നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കുന്നതല്ലേ. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. ആരും നമ്മളെ വോട്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ കൈ പിടിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല, നമ്മളാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, പത്തനാപുരത്തുള്ള ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു. അങ്ങനെ ഗണേശൻ സാറ് തോറ്റു, പകരം വേറൊരാൾ ജയിച്ചു. പക്ഷെ അത് അംഗീകരിക്കാൻ ഇങ്ങർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നിട്ട് അതിന് പറയണ ന്യായീകരണങ്ങൾ, വോട്ട് ഡീല് നടത്തി, കോൺഗ്രസും അല്ലെങ്കിൽ BJP-യും കൂടെ ഡീല് നടത്തി, മറ്റത് നടത്തി, മറിച്ചത് നടത്തി, ഞാൻ പത്തനാപുരത്തുള്ള ആൾക്കാർക്കൊന്നും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്ന്. അത് അവിടെയുള്ള ജനങ്ങൾ പറയട്ടെ. എന്നിട്ടാണോ ഇങ്ങനെ തോറ്റം പറഞ്ഞപ്പോ അവിടെ ആൾക്കാർ പടക്കം പൊട്ടിച്ചും പായസം വെച്ചൊക്കെ ആഘോഷിച്ചത്? അതൊന്നും നമ്മുടെ സാറ് കണ്ടില്ലെന്ന് തോന്നുന്നു. ഒന്ന് കണ്ണു തുറന്ന് പഴയ കുറച്ച് മാസങ്ങൾക്ക് മുന്നേയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. പത്തനാപുരംകാര് സന്തോഷിച്ച, അതായത് ഗണേശൻ മന്ത്രി തോറ്റു എന്ന് പറഞ്ഞപ്പോ ഒരു പടക്കം പൊട്ടിച്ചാണ് ആഘോഷിച്ചത്. അത്രത്തോളം ആൾക്കാരെ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ തോക്കണം എന്ന് തന്നെയായിരുന്നു.